ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആധുനിക കാലത്ത് രോഗശുശ്രൂഷ നടത്തുന്നത് എങ്ങനെയാണ് എന്നാണ് നമ്മുടെ ഈ പ്ലേലിസ്റ്റിൻ്റെ വിഷയം. കഴിഞ്ഞ വീഡിയോകളിൽ വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും പ്രാധാന്യം ഈ രോഗശുശ്രൂഷ സമ്പ്രദായത്തിൽ എങ്ങനെയൊക്കെയാണ് എന്ന് നാം സംസാരിച്ചു. ഇനി ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ അഭേദ്യമായ ശക്തി ഉപയോഗിച്ചുകൊണ്ട് രോഗശമനം വരുത്തുവാൻ വേണ്ടി എത്രമാത്രം വിശ്വാസം വേണം എന്നതിനെക്കുറിച്ചാണ് നാം സംസാരിക്കാൻ പോകുന്നത്. വിശ്വാസത്തിലൂന്നിയുള്ള ചികിത്സകർ എങ്ങനെയൊക്കെയാണ് വിശ്വാസത്തെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിക്കുവാൻ വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതും ഇന്നത്തെ വീഡിയോയിൽ നാം പ്രതിപാദിക്കുന്നതാണ്. ആദ്യം തന്നെ വിശ്വാസത്തിലൂന്നിയുള്ള ഒരു ചികിത്സകൻ്റെ കാര്യം പറയാം. ഇങ്ങനെയുള്ള ചികിത്സകന്മാർ ഉപബോധ മനസ്സിൻ്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് രോഗശാന്തി വരുത്തുന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായ അറിവില്ലാതെയാണ് ഇതുപോലെയുള്ള രോഗശമനങ്ങൾ നടത്തുന്നത് എന്ന് വിചാരിക്കുക. എന്നാൽ അയാളുടെ വാദം താൻ രോഗശമനത്തിനുള്ള വരം ലഭിച്ചയാളാണ് എന്നായിരിക്കും. ഇതുമൂലം അയാളിലുള്ള രോഗികളുടെ അന്ധമായ വിശ്വാസം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് അയാളുടെ ഉദ്ദേശം. ഫലസിദ്ധി ഉണ്ടാകുന്നതിനുള്ള ശക്തിയായി അവരുടെ അന്ധമായ വിശ്വാസം മാറുകയാണ് ചെയ്യുന്നത്. ഇതിനൊരു ഉദാഹരണമായി സൗത്ത് ആഫ്രിക്കയിലെ വൂഡു ഡോക്ടർമാരെ കുറിച്ച് നമുക്ക് എടുത്തു പറയാവുന്നതാണ്. അവരുൾപ്പെടെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പരമ്പരാഗത രീതിയിൽ രോഗശുശ്രൂഷ ചെയ്യുന്നവർ അവരുടെ കൂടെ തന്നെ രോഗികളെ നൃത്തം ചെയ്യിപ്പിക്കാറുണ്ട്. അതോടൊപ്പം തന്നെ രോഗികളുടെ ദേഹത്ത് പ്രേതാത്മാക്കളെ ആവാഹിപ്പിച്ചുകൊണ്ട് സംസാരിപ്പിക്കുന്ന രീതിയും അവരിലുണ്ടത്രേ. ഇത്തരത്തിലുള്ള ചികിത്സയെ തുടർന്ന് രോഗികൾക്ക് രോഗശാന്തി ഉണ്ടായതായി അനുഭവങ്ങളുമുണ്ട്. എന്നാൽ രോഗശാന്തി പൂർണ്ണമായി ലഭിക്കുവാൻ വേണ്ടി ഏതെങ്കിലും ഒരു ദിവ്യ പുരുഷൻ്റെ ഭൗതികാവശിഷ്ടത്തെ സ്പർശിക്കുക എന്നൊരു പദ്ധതിയും ഇതിനകത്തുണ്ട്. രോഗശാന്തിയുടെ പൂർണ്ണതയ്ക്ക് വേണ്ടി ദിവ്യപുരുഷൻ്റെ ഭൗതികാവശിഷ്ടത്തെ സ്പർശിക്കുന്നതോ അല്ലെങ്കിൽ മതാചാരപ്രകാരമുള്ള ഒരു വസ്ത്രം ധരിപ്പിക്കുന്നതോ ആയ രീതിയിൽ ഇവർ രോഗികളെ ശുശ്രൂഷിക്കുന്നു. അതുമല്ലെങ്കിൽ ഒരു മരുന്നുകൂട്ട് കഴിപ്പിക്കുന്നു, ഒരു പ്രത്യേകതരം മരുന്നുകൂട്ട്. ഇത്തരം കാര്യങ്ങളെല്ലാം കൂടി ചേരുമ്പോൾ രോഗശാന്തി വരുത്തുമെന്ന് കരുതപ്പെടുന്ന പരമ്പരാഗത പദ്ധതികളിൽ ആ രോഗി ആത്മാർത്ഥമായി വളരെ അന്ധമായി വിശ്വസിക്കുന്നു. ഇങ്ങനെ വിശ്വസിച്ചുവെങ്കിൽ രോഗശാന്തി അവർക്ക് അനുഭവപ്പെടുന്നു. ഇതിൽ നിന്നും എന്താണ് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്? രോഗം ശമിപ്പിക്കുന്നതിൻ്റെ മാർഗം എന്തു തന്നെയായാലും ആ ഒരു മാർഗം നിങ്ങളെ രോഗത്തെപ്പറ്റിയുള്ള നിങ്ങളുടെ ഭയത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്നും അകറ്റുവാനും വിശ്വാസത്തിലേക്കും പ്രതീക്ഷയിലേക്കും പ്രത്യാശയിലേക്കും നിങ്ങളെ നയിക്കുവാനും തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് രോഗശാന്തി വരുമെന്നാണ്. ഇനി ഒരു രോഗിക്ക് ചികിത്സകനിലുള്ള അന്ധമായ വിശ്വാസം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിരുന്നു. ഫ്രാൻസിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന ഡോക്ടർ ആൻഡൺ മെസ്മറെ പറ്റിയുള്ള നമ്മുടെ വീഡിയോ. 1776 മെസ്മർ ഇങ്ങനെ അവകാശപ്പെട്ടിരുന്നു: ഞാൻ എൻ്റെ രോഗിയുടെ ശരീരഭാഗങ്ങളിൽ കാന്തശക്തി കടത്തിവിട്ടുകൊണ്ട് അവരെ രോഗവിമുക്തരാക്കിയിട്ടുണ്ട്. ഞാൻ കാന്തത്തിൻ്റെ ഉപയോഗത്തെ ഉപേക്ഷിച്ചുകൊണ്ട് എൻ്റെ കൈകൊണ്ട് മാത്രമായി രോഗിയുടെ ശരീരഭാഗങ്ങളെ സ്പർശിക്കാതെ തന്നെ തലോടി രോഗശാന്തി വരുത്തിയ അവസ്ഥയുമുണ്ട്. ഡോക്ടർ മെസ്മർ കാന്തം ഉപയോഗിച്ചുകൊണ്ട് തൻ്റെ രോഗികളിൽ നിന്നും രോഗത്തെ ശമിപ്പിച്ചു. അതിനുശേഷം കാന്തത്തെ ഒഴിവാക്കിക്കൊണ്ട് തൻ്റെ കൈകൾ മാത്രം അവരുടെ രോഗമുള്ള ഭാഗങ്ങളിൽ തടവിക്കൊണ്ട് രോഗശമനം വരുത്തുകയും ചെയ്തു അത്രേ. രണ്ടാമത്തെ രീതിയിലും അദ്ദേഹത്തിന് വിജയം മാത്രമാണ് ഉണ്ടായത്. ഈ രണ്ടാമത്തെ രീതിയെ മെസ്മർ ലോകത്തോട് വിശദീകരിച്ചത് ജന്തുകാന്തികത അഥവാ ആനിമൽ മാഗ്നറ്റിസം എന്ന സിദ്ധാന്തത്തോടു കൂടെയാണ്. ഈ സിദ്ധാന്തത്തെ വിശദീകരിക്കുന്ന സമയത്ത് ലോകത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്ന ഒരു വാതകം മനുഷ്യാവയവങ്ങളിൽ മാത്രം ഏറ്റവും കൂടുതലായി പ്രവർത്തിക്കുന്ന ഒന്നായി വരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശേഷം ഈ കാന്തശക്തിയുള്ള വാതകത്തെ തൻ്റെ കൈകളിൽ നിന്നും രോഗിയുടെ ശരീരഭാഗങ്ങളിലേക്ക് കടത്തിവിട്ടുകൊണ്ട് അവരെ രോഗവിമുക്തരാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെടുന്നു. അപ്പോൾ ഓരോ രോഗിയിലുമുള്ള ജന്തുകാന്തികതയെ മാറ്റം വരുത്തുന്നതിലൂടെ കൂടെയാണ് രോഗിക്ക് രോഗശാന്തി വന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇതോടുകൂടെ ധാരാളം ആളുകൾ അദ്ദേഹത്തെ രോഗശമനത്തിന് വേണ്ടി സമീപിച്ചു.
അത്ഭുതകരമായി പലർക്കും രോഗശാന്തി അനുഭവപ്പെട്ടു എന്ന് റിപ്പോർട്ടുകളുമുണ്ട്. ഡോക്ടർ ആൻഡൺ മെസ്മറിൻ്റെ ഈ ചികിത്സാ രീതിയെക്കുറിച്ച് അന്വേഷിക്കുവാൻ വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിക്കുകയുണ്ടായി. അതിൽ വളരെ മികവുറ്റ ധാരാളം ഡോക്ടർമാരും അക്കാദമി ഓഫ് സയൻസിലെ അംഗങ്ങളുമുണ്ടായിരുന്നു. ഇതിൽ വളരെ പ്രശസ്തനായ ഡോക്ടർ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും ഉണ്ടായിരുന്നു. അങ്ങനെ വളരെ സുദീർഘമായ ഒരു അന്വേഷണത്തിന് ശേഷം ഡോക്ടർ ആൻഡൺ മെസ്മറിൻ്റെ ചികിത്സാ രീതിയെക്കുറിച്ച് കമ്മീഷൻ അഭിപ്രായപ്പെടുത്തിയത് ഇങ്ങനെയാണ്: മെസ്മർ നടത്തിയ ചികിത്സകൾ ശരിയാണ്. അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതിയും തള്ളിക്കളയാൻ സാധിക്കുന്ന ഒന്നല്ല. എന്നാൽ കാന്തപ്രവാഹം ശരിയാണെന്ന് സ്ഥാപിക്കുവാൻ മെസ്മർക്ക് കഴിഞ്ഞിട്ടില്ല. അതായത് ജന്തുകാന്തികതയെ തെളിയിക്കുന്ന ഒന്നും തന്നെ മെസ്മറിന് തരാൻ സാധിച്ചില്ല എന്നർത്ഥം. അതുകൊണ്ട് തന്നെ രോഗശാന്തി വന്നത് മുഴുവൻ രോഗികളുടെ ഭാവനാശക്തിയുടെ ഫലമായിട്ടാണ് ഉണ്ടായത് എന്ന് ആ കമ്മീഷൻ രേഖപ്പെടുത്തി. ഇതോടുകൂടെ മെസ്മർ അജ്ഞാതവാസത്തിലേക്ക് പോയി. അദ്ദേഹം പിന്നീട് 1815 മരിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിലുള്ള ഡോക്ടർ ജെയിംസ് ബ്രെയ്ഡ് മെസ്മറുടെ കാന്തവാതക പ്രവാഹത്തിന് രോഗശമനത്തിനായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല എന്ന് തെളിയിക്കുകയുണ്ടായി. മെസ്മറിൻ്റെ ചികിത്സയെ ഇദ്ദേഹം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: മെസ്മർ രോഗികളെ ഹിപ്നോട്ടൈസ് ചെയ്തു. ആ മയക്കത്തിൽ അവർക്ക് നിർദ്ദേശങ്ങൾ നൽകി. അദ്ദേഹം ചികിത്സാ സംബന്ധമായ വളരെ ആശ്ചര്യകരമായ പദ്ധതി ഉണ്ടാക്കിയതിന് ജന്തുകാന്തികത എന്ന് പേരിടുകയായിരുന്നു ചെയ്തത്. ഇങ്ങനെ പേരിട്ടതെല്ലാം അദ്ദേഹം രോഗികളിലും മറ്റുള്ളവരിലും ഒരു വിശ്വാസത്തെ ജനിപ്പിക്കുവാനാണ് ചെയ്തത് എന്നാണ് ഇദ്ദേഹം വാദിക്കുന്നത്. മെസ്മർ തൻ്റെ ചികിത്സയിലൂടെ രോഗികളുടെ ഭാവനാശക്തിയെ വളരെയധികം സ്വാധീനിച്ചു. അതോടൊപ്പം അവരുടെ ഉപബോധ മനസ്സിലേക്ക് ആരോഗ്യത്തിന് വേണ്ടിയുള്ള ശക്തമായ നിർദ്ദേശവും മെസ്മർ നൽകി. ഇതിനെ അന്ധമായ വിശ്വാസം എന്നാണ് നമുക്ക് വിളിക്കാൻ സാധിക്കുക. എന്നാൽ ഇത് തെറ്റാണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. അതിന് കാരണം രോഗികൾക്കോ രോഗശാന്തിക്കായി പ്രവർത്തിക്കുന്നവർക്കോ എങ്ങനെയാണ് ഈ രോഗശമനം ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ലാത്തതാണ്. ഇതിൽ നിന്നും നമ്മുടെ ഉപബോധ മനസ്സിൽ ഒരു വിശ്വാസത്തെ മുളപ്പിക്കുവാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ നമ്മുടെ രോഗങ്ങളെ നമുക്ക് ശമിപ്പിക്കാൻ സാധിക്കും എന്ന് മനസ്സിലാക്കാം. ഉപബോധ മനസ്സിൽ ഉടലെടുക്കുന്ന വിശ്വാസത്തെ സബ്ജക്റ്റീവ് ഫെയ്ത്ത് അല്ലെങ്കിൽ ആത്മനിഷ്ഠമായ വിശ്വാസം എന്നാണ് പറയുന്നത്. ആത്മനിഷ്ഠ വിശ്വാസത്തെ എങ്ങനെയാണ് വളർത്തിയെടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ മുളപ്പിച്ചെടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക്